ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീഷ്. ഏതൊരു രാജ്യത്തിൻ്റെയും ആദ്യ പരിഗണനയിൽ ഉണ്ടാവുക ആ രാജ്യത്തിൻ്റെ സുരക്ഷ തന്നെയായിരിക്കും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഭാരതീയ ജനതാ പാർട്ടി രാഷ്ട്രീയമല്ല, രാഷ്ട്രമാണ് വലുത് എന്ന ആശയം ഒരു ആമുഖം പോലെ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്നത്. നമ്മുടെ ഈ സൊസൈറ്റിയിൽ, നമ്മുടെ ഈ സമൂഹത്തിൽ ബ്ലോഗർമാരുടെയും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ്മാരുടെയും ഒരു വസന്തകാലമാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല പ്രശ്നങ്ങളും ഇതേപോലുള്ള സമൂഹ മാധ്യമങ്ങളും അതുപോലെ തന്നെ ബ്ലോഗർമാരും ഇൻഫ്ലുവൻസുമാരും ഒക്കെയാണ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതിനുശേഷം മാത്രമേ മുഖ്യധാര മാധ്യമങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്നുള്ളൂ. എന്നാൽ എല്ലാ ബ്ലോഗർമാരും എല്ലാ ഇൻഫ്ലുവൻസ്മാരും നല്ലതാണെന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റൂ? ഒരിക്കലുമില്ല. നല്ലതും ചീത്തയും ഉൾക്കൊള്ളുന്നവരുണ്ട്. ഞാനിത് പറയാൻ വേണ്ടി കാരണം, കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മളാരും അത്ര പെട്ടെന്ന് മറന്നു പോകാത്ത ഒരു പേരുണ്ട്, ജ്യോതി മൽഹോത്ര. അവർ നല്ല വ്ളോഗറാണ്, നല്ല ട്രാവലറാണ്, നല്ല ഇൻഫ്ലുവൻസറുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളം ഇടതുപക്ഷം ഭരിച്ചിരുന്നപ്പോൾ അന്ന് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് മന്ത്രിയായിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലും ഈ പുള്ളിക്കാരി വന്നിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യുകയും നമ്മുടെ ഹിന്ദുക്കളുടെ പല പ്രമുഖമായ ആരാധനാലയങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ചരിത്ര പ്രധാനമായ സ്ഥലങ്ങളുടെയും കെട്ടിടങ്ങളുടെയും സ്തംഭങ്ങളുടെയും ഒക്കെ ഫോട്ടോസുകളും വീഡിയോസുകളും അവർ ശേഖരിച്ചിരുന്നു. ഈ ജ്യോതി മൽഹോത്രയെ ഒടുവിൽ പാകിസ്ഥാൻ ചാരവൃത്തി കേസ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതായത് വ്ളോഗർ എന്ന ഫിഗർ യാത്രാ വിവരണങ്ങൾ നടത്തുന്നതിന്റെ മറവിൽ പാകിസ്ഥാന് വേണ്ടി ജ്യോതി മൽഹോത്ര ചാരവൃത്തി നടത്തിയത്ര. പാകിസ്ഥാൻ ഹൈ കമ്മീഷനിലെ ഡാനിഷുമായിട്ട് 2023 തുടങ്ങിയ ബന്ധം ഒടുവിൽ അദ്ദേഹത്തിന് രണ്ടാം ഭാര്യ പദവിയിലേക്ക് എത്തിച്ചു. ജ്യോതി മൽഹോത്രയുടെ ആ ബന്ധം കൂടാതെ പാകിസ്ഥാന് വേണ്ടി പണ്ടാവ് അണക്കെട്ടിനെ ഉൾപ്പെടെ നമ്മുടെ ഭാരതത്തിന്റെ അതീവ സുരക്ഷാ വിവരങ്ങളെല്ലാം തന്നെ പാകിസ്ഥാന് ചോർത്തിക്കൊടുത്തു. ഒടുവിൽ ഭാരതീയ ന്യായ സംഹിത 152, ഔദ്യോഗിക രഹസ്യ നിയമം എന്നീ വകുപ്പുകൾ ചുമത്തി രാജ്യവിരുദ്ധതയ്ക്ക് ജ്യോതി മൽഹോത്രയുടെ പേരിൽ കേസ് ചാർജ് ചെയ്തു. ഇപ്പോൾ ഈ ജ്യോതി മൽഹോത്ര ഈ കേസുമായിട്ട് നേരെ സുപ്രീം കോടതിയിൽ വന്നിരിക്കുകയാണ്. അവിടെ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നു. എന്നാൽ ഈ ജ്യോതി മൽഹോത്രയിൽ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തന്നെ അതീവ ഗൗരവമുള്ളതാണെന്നും രാജ്യസുരക്ഷയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്നും അതുകൊണ്ട് തന്നെ ജ്യോതി മൽഹോത്രയ്ക്ക് ജാമ്യം നൽകാൻ കഴിയില്ലെന്നും ജ്യോതി മൽഹോത്ര നിർബന്ധമായും വിചാരണ നേരിടണമെന്നും സുപ്രീം കോടതി പ്രതികരിച്ചു. 2003 പാകിസ്ഥാനിലേക്കുള്ള സന്ദർശനം, പാക് ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചകൾ, ഇൻസ്റ്റാഗ്രാമിൽ അവർ അപ്ലോഡ് ചെയ്ത ചിത്രങ്ങളെല്ലാം തന്നെ നിഷ്കളങ്കമായ നിരപരാധിയായ ഒരു യാത്രാ വിവരണം എന്ന ന്യായം കൊണ്ട് ലഘൂകരിക്കാനോ മറക്കാനോ കഴിയില്ലെന്നും സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചു. ഹിസാർ കോടതി മെയ് മാസം മുതൽ ജ്യോതി മൽഹോത്രയെ കസ്റ്റഡിയിൽ വെച്ചിരുന്നു. പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതി ജ്യോതി മൽഹോത്രയുടെ ജാമ്യം നിഷേധിച്ചിരുന്നു. നമ്മുടെ പിറന്ന നാട്ടിലെ എല്ലാ സ്വാതന്ത്ര്യവും അനുഭവിച്ചുകൊണ്ട് നമ്മുടെ സ്വന്തം നാടിന്റെ കഴുത്തറക്കുന്ന പ്രവൃത്തി അത് ആര് ചെയ്താലും അവർ ഭാരതീയ ന്യായ സംഹിതയുടെ എല്ലാ പഴുതുകളും ഉപയോഗിച്ച് ഇത്തരക്കാരെ എന്നേക്കുമായി തുറങ്കലിൽ അടയ്ക്കപ്പെടേണ്ടതാണ്. ഒരു അനുകമ്പയോ ജാമ്യമോ കൊടുക്കരുത്. ഇത്തരത്തിലുള്ള ചാരപ്രവർത്തകരെയും നമ്മുടെ രാജ്യം സുരക്ഷിതമാകണമെങ്കിൽ, രാജ്യത്തിലെ ജനങ്ങൾ സുരക്ഷിതരായിരിക്കണമെങ്കിൽ ഇത്തരക്കാരെ തെരഞ്ഞു പിടിച്ച് തുറങ്കിൽ അടക്കുക തന്നെ ചെയ്യണം. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതിനെതിരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.